നീയ റൂമിലെത്തി ക്രിസ്റ്റിയെ വിളിച്ചു. എൻഗേജ്മെന്റിന്റെ കാര്യം പറഞ്ഞു. ഒപ്പം തന്നെ റീത്ത പറഞ്ഞ കാര്യവും. അങ്ങനെ അവരുടെ സംസാരം കേട്ടുകൊണ്ടാണ് റിയ കയറി വന്നത്. അവൾ വന്ന പാടെ കയറി ബെഡിൽ കിടന്നു. നീയ ഫോണിൽ കുറച്ചുനേരം സംസാരിച്ചു തിരിഞ്ഞപ്പോൾ റിയയുടെ തേങ്ങൽ കേട്ട് അവൾ കോൾ കട്ടാക്കി. ഡി നീയ റിയയെ തട്ടി വിളിച്ചു. പക്ഷേ അവളത് കേൾക്കാത്ത പോലെ വീണ്ടും കരഞ്ഞുകൊണ്ടേയിരുന്നു. അത് കണ്ട് നീയയ്ക്ക് നല്ലതുപോലെ ദേഷ്യം വരാൻ തുടങ്ങി. നിർത്തടി, കുറെ നേരമായല്ലോ അവളുടെ കരച്ചിൽ. നിന്റെ ആരെങ്കിലും ചത്തോ കിടന്നു മോങ്ങാൻ? നീയയുടെ ഒച്ച ഉയർന്നതും റിയ എണീറ്റ് അവളെ ചുറ്റിപ്പിടിച്ച് കരയാൻ തുടങ്ങി. നീയയ്ക്ക് അവളുടെ കരച്ചിൽ കണ്ട് പാവം തോന്നി. എന്താടാ, എന്താ നിന്റെ പ്രശ്നം? റിയ എണീറ്റ് കണ്ണു തുടച്ചുകൊണ്ട് അവളെ നോക്കി. ഞാൻ നിന്നോട് ഒരു കാര്യം മറച്ചു വെച്ചു നീയ. എന്നോട് ക്ഷമിക്കടി. നീയ ഒരു നിമിഷം ഞെട്ടി. ഇനി റീത്ത പറഞ്ഞ പോലെ വല്ലതും ഇവളിനി വല്ല ഇഷ്ടവും? എന്താടി, എന്താ കാര്യം? നീയ ആദ്യോടെ ചോദിച്ചു. എനിക്ക് ഒരാളെ ഇഷ്ടമാണ് നീയ. ഞാൻ പറഞ്ഞു എൻ്റെ ഇഷ്ടം. പക്ഷേ എൻ്റെ ചേച്ചിയുടെ സ്വഭാവം വെച്ച് എന്നെ അകറ്റിയടി, റിയ പറഞ്ഞു. ആരാ ആള്? നീയ ചോദിച്ചു. എബിച്ചായ. റിയ പറഞ്ഞ പേര് കേട്ട് നീയ ഇപ്പോൾ ബോധം കെട്ട് വീഴും പോലെയായി. അപ്പോഴാണ് വാതുക്കൽ നിൽക്കുന്ന എബിയെ നീയ കണ്ടത്. റിയ, ഇച്ചായൻ? നീയ പതിയെ പറഞ്ഞു. ഇച്ചായൻ തന്നെയാണ്. പക്ഷേ റിയ പറഞ്ഞതുപോലെ നീയ തലയിൽ കൈവച്ചു. ഡി, ദേ ഇച്ചായൻ, നീയ പറഞ്ഞു. പെട്ടെന്ന് റിയ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. നീയമോള് താഴെ പൊയ്ക്കോ, അവൻ ഗൗരവത്തിൽ പറഞ്ഞു. അല്ലച്ചായ, അവൾ അറിയാതെ, നീയ പറഞ്ഞു. നീയ താഴെ പോ. അവന്റെ സ്വരം മാറിയതും അവൾ റിയയെ ഒന്ന് നോക്കി താഴേക്ക് പോയി. അവൻ അകത്ത് കയറി ഡോർ അടച്ച് കുറ്റിയിട്ടു. റിയ അപ്പോഴും ഒന്നും മിണ്ടാതെ തലകുനിച്ചു നിൽക്കുവാണ്. റിയ. അവൾ മിണ്ടാതെ നിന്നു. റിയ. അവന്റെ സ്വരം ഉയർന്നതും അവൾ അവനെ നോക്കി. എന്താ നിന്റെ പ്രശ്നം? എന്തിനാ ഇങ്ങനെ കരഞ്ഞു വിളിച്ച് മറ്റുള്ളവരെ കൂടെ ബുദ്ധിമുട്ടിക്കുന്നേ? ഞാൻ നിന്നോട് പറഞ്ഞു എനിക്ക് നിന്നെ ഭാര്യയായി കാണാനൊന്നും പറ്റില്ലെന്ന. പിന്നെ എന്താ? അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു. പക്ഷേ തിരിച്ചു അവൾ ഒന്നും മിണ്ടിയില്ല. ഞാൻ ഇനി ശല്യം ചെയ്യില്ല ചായ. ഇനി ഞാൻ പിറകെ വരില്ല, സത്യം. അവന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് പറയുന്ന പെണ്ണിനെ കണ്ട് പാവം തോന്നി. അവൾ പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞ നീ എന്നെ ഇട്ടിട്ട് പോകുമോ പൊന്നെ? അവന്റെ സ്വരം ഇടറി. അവൾ ഞെട്ടലോടെ അവനെ നോക്കി. അവൻ പുഞ്ചിരിയോടെ അവൾക്ക് വേണ്ടി കൈ വിടർത്തിയതും അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൾ. അവനും അവളെ പൊതിഞ്ഞു പിടിച്ചു. പൊന്ന. കുറച്ചു കഴിഞ്ഞ് അവളൊന്ന് ഓക്കെ ആയതും അവൻ അവളെ വിളിച്ചു. അവൾ മുഖമുയർത്തി അവനെ നോക്കി. നീ ഇപ്പൊ പഠിക്കുവല്ലേ? പഠിച്ച് ഒരു ജോലിയൊക്കെ ആയിട്ട് നമുക്ക് കല്യാണം കഴിക്കാം. അതുവരെ വേറെ ചിന്തകളൊന്നും വേണ്ട മനസ്സിൽ, അവളുടെ തലയിൽ തലോടിക്കൊണ്ടവൻ പറഞ്ഞു. അവൾ പുഞ്ചിരിയോടെ തലയാട്ടി. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇപ്പോഴല്ല, കുറച്ചു കഴിഞ്ഞു. ഇപ്പൊ പുറത്തു പോകാം, അല്ലെങ്കിൽ നീയെ ചിലപ്പോൾ അവിടെ ടെൻഷൻ അടിച്ച് ചാവും. അവൻ അവളെ ചേർത്ത് പിടിച്ച് പുറത്തേക്ക് ഇറങ്ങിയതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് രണ്ടുപേരും ഒരുപോലെ ഞെട്ടി. ആ ഞെട്ടൽ പെട്ടെന്ന് തന്നെ രണ്ടുപേരുടെ ചുണ്ടിലും പുച്ഛച്ചിരി വിരിഞ്ഞു. നീ എന്താടാ ഇവളുടെ കൂടെ ഈ മുറിയിൽ? റീത്ത ദേഷ്യത്തിൽ ചോദിച്ചു. അതിപ്പോ ഞാൻ എങ്ങനെ എൻ്റെ പെണ്ണിന്റെ ചേച്ചിയോട് പറയും? എബി ഇല്ലാത്ത നാണം വാരി വിതറി പറഞ്ഞു. റിയ, നീ ഇത്ര പെട്ടെന്ന് ക്രിസ്റ്റിയെ മറന്നോ? അവനെയല്ലേ നീ? റീത്ത ചോദിച്ചു. റീത്ത കവളിൽ കൈവച്ചുകൊണ്ട് മുഖമുയർത്തി നോക്കി. എബിയാണ് തല്ലിയത്. ഡാ, നീ എന്നെ? റീത്ത എബിക്ക് നേരെ തിരിഞ്ഞു. ഞാൻ തരേണ്ട തല്ലാണ് ഇപ്പോൾ എബിച്ചൻ തന്നത്. ക്രിസ്റ്റി ചേട്ടായെയും എന്നെയും ചേർത്ത് നിങ്ങൾ താഴെ പറഞ്ഞപ്പോൾ തന്നെ ഓങ്ങി വെച്ചതാണ് ഇത് ഞാൻ, റിയ പറഞ്ഞു. റീത്ത കാര്യം മനസ്സിലാകാതെ അവരെ നോക്കി. ഞാൻ വ്യക്തമായി പറയുക, ക്രിസ്റ്റി സയാൻ എന്നും റിയയ്ക്ക് ഒരു ചേട്ടായി തന്നെയായിരിക്കും. പിന്നെ എൻ്റെ കഴുത്തിൽ ഒരു മിന്നു വീഴുന്നുണ്ടെങ്കിൽ അത് ഈ നിൽക്കുന്ന എബിച്ചൻ്റെ ആയിരിക്കും. അതുകൊണ്ട് ഇനി മേലാൽ എൻ്റെ കാര്യത്തിൽ ചേച്ചി എന്ന് പറഞ്ഞ് ഇടപെടാൻ വന്നാൽ ഇതുപോലെ ആകില്ല റിയ സംസാരിക്കുന്നത്. റീത്തയ്ക്ക് റിയെ ശരിക്കറിയില്ല. അവൾ എബിയുടെ കൈയും പിടിച്ച് ഒരു പോക്കായിരുന്നു. റീത്തയ്ക്ക് ആകെ അടി കിട്ടിയതുപോലെ തോന്നി. മുന്നിൽ നടക്കുന്ന പലതും അവൾക്ക് ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറമായിരുന്നു. ഏതാണ് സത്യം ഏതാണ് കള്ളമെന്ന് അവൾക്കറിയില്ല. പിന്നെയുള്ള ദിവസങ്ങൾ വേഗത്തിൽ തന്നെ കടന്നുപോയി. നാളെയാണ് എൻഗേജ്മെന്റ് രണ്ടുപേരുടെയും. അന്നത്തെ സംഭവത്തിന് ശേഷം ദേവു ആകെ മാറിപ്പോയി. അലക്സ് പിന്നെ അവളെ വിളിച്ചിട്ടില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലൊക്കെ വിളിക്കും. അതുകൊണ്ടാണോന്ന് അറിയില്ല, ആകെ മൊത്തം കലിപ്പിലാണ് ദേവു. മുമ്പ് പൂച്ചയെപ്പോലെ മിണ്ടാതെ നടന്നവൾ ഇപ്പോൾ പൊട്ടിത്തെറിയാണ് പതിവ്. രാവിലെ മുതൽ ഓരോ ജോലിയായിട്ട് എല്ലാവരും തിരക്കിലാണ്. 2 എൻഗേജ്മെന്റും പാലക്കൽ തറവാട്ടിൽ വെച്ച് തന്നെയാണ് നടത്തുന്നത്. ബന്ധുക്കളെയും സ്വന്തക്കാരും നാട്ടുകാരും കൂട്ടുകാരുമായിട്ട് ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ട്. റീത്ത ശരിക്കും നന്നായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കൂടെ അവളും ചേർന്നിട്ടുണ്ട്. വീട്ടുകാർക്കും അതിൽ സന്തോഷം തന്നെയാണ്. എങ്കിലും എബിയുടെ കണ്ണുകൾ ദേവുവിനെ ഒരു വലയം തീർത്തിട്ടുണ്ട്. കാരണം റീത്തയുടെ പ്രധാന ശത്രു തന്നെ ദേവു ആണല്ലോ. റീത്തയുടെ മാറ്റം പൂർണ്ണമായി വിശ്വസിക്കാത്ത 2 പേർ ഇപ്പോഴുമുണ്ട് ആ വീട്ടിൽ. ഒന്ന് എബിയും മറ്റൊന്ന് ജെസ്സിയും. നിനക്കെന്താ നീ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ദേവു ദേഷ്യത്തിൽ ചോദിച്ചു. എടി ചേച്ചി, നമുക്കാരും അറിയാതെ പോയിട്ട് വേഗം വരാം. നിന്റെ ചെകുത്താൻ ഇവിടെ ഇല്ലല്ലോ.
ഒരിടത്തും ഞാനില്ല. തൽക്കാലം എനിക്ക് ഇപ്പോൾ ഉള്ള ഡ്രസ്സൊക്കെ മതി. അടങ്ങി ഒതുങ്ങി ഇവിടെ എവിടെയെങ്കിലും നിന്നോണം. എൻ്റെ കണ്ണ് വെട്ടിച്ച് എങ്ങോട്ടെങ്കിലും പോയാൽ. ദേവു നീയെ ദേഷ്യത്തിലൊന്ന് നോക്കി അത്രയും പറഞ്ഞ് പുറത്തേക്ക് പോയി. ഇച്ചേച്ചി പഴയ പൂച്ചയായാൽ മതിയായിരുന്നു. ഇത് ഒരുമാതിരി പൂച്ചയ്ക്ക് അന്യൻ്റെ ബാധ കയറിയ പോലെയുണ്ട്. അവൾ പോയ വഴിയെ നോക്കി നിയ പറഞ്ഞു. അവൾ വേഗം ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു. പെണ്ണ് കരയ്ക്ക് അടിക്കുന്നില്ല. പുറത്തു ഇറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിയ മെസ്സേജ് അയച്ചു. സംഭവം എന്താണെന്ന് ആർക്കും മനസ്സിലായില്ലല്ലോ. വാ ചേച്ചി, പറഞ്ഞു തരാം. അലക്സ് നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവളെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി നിർത്തണം. കാരണം കൊച്ചിൻ്റെ ബർത്ത്ഡേ കൂടെയാണ് നാളെ. അപ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കാനാണ്. പക്ഷേ ദേവു പഴയ ദേവു അല്ല. അവൾ കലിപ്പാണല്ലോ ഇപ്പോൾ. അതുകൊണ്ട് എല്ലാവരും അവളിൽ നിന്ന് ഒരു കൈ അകലത്തിലാണ്. എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുപോകാനാണ് അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ എന്ന് പറഞ്ഞ് വിളിച്ചത്. പക്ഷേ പെണ്ണ് പോകുന്നില്ല. ദേവുവിന് എൻഗേജ്മെന്റ് ഇടാൻ ഡ്രസ്സ് എടുത്തില്ല. കാരണം അവൾക്ക് കല്യാണ സമയത്ത് അലക്സ് കുറച്ചധികം പാർട്ടിക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്തിരുന്നു. അതുകൊണ്ട് ആ പ്ലാനും പൊളിഞ്ഞു. അലക്സ് പോയപ്പോൾ അവൻ്റെ ബാധ അവൾക്ക് കൂടിയതാണെന്നും പറയുന്നുണ്ട്. പക്ഷേ ഞാൻ വിഷയത്തിൽ നിന്ന് മാറി. ഇവളെങ്ങനെ പുറത്തിറക്കും? സമയം എന്താ ഓടിപ്പോവാ. ഇപ്പോൾ തന്നെ 7 മണിയായി. പാപം എൻ്റെ ഇച്ചായ 4 മണി മുതൽ ക്രിസ്റ്റിമോൻ്റെ കൂടെയാണ്. ഇച്ചായ ഇനി നമ്മൾ എന്തു ചെയ്യും? ക്രിസ്റ്റി ചോദിച്ചു. അവൾ എൻ്റെ പഴയ ദേവുവല്ലേ ഇപ്പോൾ. എൻ്റെ ബാധ അവൾക്ക് കൂടിയെന്ന എല്ലാവരും പറഞ്ഞറിഞ്ഞത്. ഇപ്പോൾ എനിക്കും അത് ശരിയാണെന്ന് തോന്നുന്നു. എന്നാലും അവളെ എങ്ങനെ പുറത്തിറക്കും? അലക്സ് ക്രിസ്റ്റിയോട് ചോദിച്ചു. ഒരു വഴിയുണ്ട്. ഇച്ചായൻ വിളിച്ചു പറ നിയോയുടെ കൂടെ ഒന്ന് പോയി വരാൻ. ചിലപ്പോൾ കേട്ടാലോ, ക്രിസ്റ്റി പറഞ്ഞു. പെട്ടെന്ന് നിയോയുടെ മെസ്സേജ് വന്നു അലക്സിൻ്റെ ഫോണിലേക്ക്. ദേ ഇച്ചേച്ചിയെ കൂട്ടി പുറത്തു പോവുക. എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് അയക്കോ. മെസ്സേജ് കണ്ട് അലക്സിന് സന്തോഷമായി. ഈ വല്യമ്മച്ചിക്ക് ഇത്തിരി നേരത്തെ പറഞ്ഞൂടെ ഓരോ നേർച്ച. കാലിരുന്ന് ദേവു പിറുപിറുക്കുന്നുണ്ട്. അവളുടെ ദേഷ്യം കൊണ്ട് സത്യത്തിൽ എബിക്ക് ചിരി വരുന്നുണ്ട്. നീയ പെണ്ണെ അവളെ നോക്കാനേ പോയില്ല. സംഭവം വല്യമ്മച്ചിയോട് കുരുപ്പുകളെല്ലാം കൂടെ കാര്യം പറഞ്ഞു. അതോടെ വല്യമ്മച്ചി പറഞ്ഞു കുരിശടിയിൽ പോയി ഒരു മെഴുകുതിരി കത്തിക്കാൻ. അതിന് നിയോയുടെ കൂടെ ദേവു തന്നെ പോണമെന്ന് നിർബന്ധം പറഞ്ഞു. ഇച്ചേച്ചി ശരിക്കും എന്താ പ്രശ്നം? ദേവുവിൻ്റെ ഒരു നോട്ടമായിരുന്നു മറുപടി. പ്രശ്നം പറഞ്ഞ ഇവൾ പരിഹരിക്കോ? അല്ല പിന്നെ. വാ അടച്ചിരുന്നോ, ഇല്ലെങ്കിൽ ചവിട്ടി കൂട്ടും. ഓ നമ്മളില്ലേ, നോക്കി പേടിപ്പിക്കണ്ട. ശരിക്കും എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? ഒന്നുമില്ല. നിന്റെ ചാച്ചൻ വിളിച്ചോ? പുന്നാര അനിയത്തിയാണ് ആന ചേന ഒലക്ക. എന്നിട്ട് അവളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസം ആളില്ല. ദേവു പറഞ്ഞു. നീയ്ക്കും എബിക്കും ചിരി അങ്ങ് എത്തി അപ്പോഴേക്കും. എൻ്റെ പൊന്നോ, വെറുതെ അല്ല ഈ മുഖം ഇത്ര വീർത്തിങ്ങനെ. കെട്ടിയോൻ വിളിക്കാത്തതിൻ്റെയും വരാത്തതിൻ്റെയും സങ്കടമാണല്ലേ? ദേവു പുറത്തേക്ക് നോക്കിയിരുന്നു. കുറച്ചു നേരത്തെ യാത്രയ്ക്കൊടുവിൽ അവൾ വല്യമ്മച്ചി പറഞ്ഞ കുരിശടിയിലെത്തി. നീയ്ക്കൊപ്പം ദേവുവും മെഴുകുതിരി തെളിയിച്ചു. എബി അവരെ നോക്കി കാറിൻ്റെ സൈഡിൽ തന്നെ നിന്നു. പെട്ടെന്നാണ് ഇവരുടെ പ്ലാൻ എല്ലാം തെറ്റിച്ചുകൊണ്ട് ദേവുവിൻ്റെ മുന്നിലേക്ക് ഒരു കാർ വന്നു നിന്നത്. പെട്ടെന്നായതുകൊണ്ട് 3 പേരും ഞെട്ടി. എബി പെട്ടെന്ന് തന്നെ അവരുടെ അടുത്തേക്കെത്തി. കാറിൽ നിന്ന് ഇറങ്ങുന്നവരെ കണ്ട് ദേവു ഒന്ന് ഞെട്ടി. അവൾ വേഗം എബിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അപ്പച്ചി. എബിയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ദേവു പറഞ്ഞു. അവൻ്റെ ചുണ്ടിൽ ഒരു പുച്ഛച്ചിരി വിരിഞ്ഞു. ആ അപ്പോൾ നീ എന്നെ മറന്നിട്ടില്ല? അപ്പച്ചി പുച്ഛത്തോടെ ചോദിച്ചു. അപ്പച്ചി. ദേവു അവരെ വിളിച്ചു. മിണ്ടരുത് അസത്തെ. ഞാൻ നിന്നെ കാണാൻ വന്നത് വേറൊരു കാര്യം പറയാനാണ്. ഇനി അപ്പച്ചി മാമൻ എന്നൊക്കെ പറഞ്ഞ് ആ വീടിൻ്റെ പടി ചവിട്ടി പോകരുത്. നിന്നേക്കാൾ എന്തുകൊണ്ടും നല്ലൊരുത്തി എൻ്റെ മോൻ ഭാര്യയായിട്ട് കൂടെ കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പച്ചി അത് പറഞ്ഞ് നിർത്തുമ്പോൾ ദേവുവിന് ആശ്വാസം തോന്നി. ഇനി നീ എൻ്റെ മോൻ്റെ പിന്നാലെ വന്നാൽ. അവർ ഒന്ന് നിർത്തി. ഈ പ്രാവശ്യം ദേവു ഞെട്ടി. ആ നീ ആയിരിക്കും അല്ലേ കൊച്ചനെ ഇവളെ കെട്ടിയത്? എന്തായാലും നല്ല പെണ്ണിനെ തന്നെ നിനക്ക് കിട്ടി. എൻ്റെ മോൻ്റെ തലയിൽ നിന്നും പോയല്ലോ, അത് മതി. ദേവു ഇവർ എന്താ പറയുന്നത് എന്ന് നോക്കി നിൽപ്പാണ്. ആണോ? അത്രയ്ക്കെന്താ ഇവളുടെ സ്വഭാവത്തിൽ പ്രശ്നം? എബി അവരെന്താ പറയാൻ പോകുന്നതെന്ന് അറിയാനായി ചോദിച്ചു. പ്രശ്നം മാത്രമേ ഉള്ളൂ. എൻ്റെ മോൻ്റെ കുഞ്ഞിനെ വരെ ഒരിക്കൽ വയറ്റിൽ ചുമന്നതാണ് ഇവൾ. അതറിഞ്ഞാണ് ഞാനും എൻ്റെ ഭർത്താവും ഇവളെ അടിച്ചതും ഇറക്കിവിട്ടതുമൊക്കെ. ദേവു ആണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവക്കുന്നുണ്ട്. അതുപോലെ എബിയുടെ കയ്യിലെ പിടിയും മുറുകിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അപ്പച്ചിയുടെ മോൻ തെറ്റൊന്നും ചെയ്യാതെയാണോ ഇവൾ ഗർഭം ധരിച്ചത്? സാധാരണ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഗർഭമുണ്ടാവാൻ ചാൻസ് ഇല്ല. അതാണേ? അവൻ ചെറിയ ആക്കലോടെ ചോദിച്ചു. അപ്പച്ചി ഒന്ന് പതറി. ഇതിപ്പോ പെണ്ണ് ഒരുമ്പെട്ടാരെന്ന് കേട്ടിട്ടില്ലേ? അവൻ 10-25 വയസ്സായ ഒരു ചെറുക്കനാണ്. അവൻ്റെ പിറകെ തൊട്ടുമുട്ടിപ്പോയ ചിലപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാകും. അവർ ഒരു ഒഴുക്കം മട്ടിൽ പറഞ്ഞു. ദേ ഇനി നിങ്ങൾ എന്നെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയാൽ അപ്പച്ചിയാണെന്നും കുറച്ചു ദിവസം ആഹാരം തന്നതും കിടക്കാൻ ഇടം തന്നതുമൊക്കെ ഞാനിങ്ങ് മറക്കും, പറഞ്ഞേക്കാം. പെട്ടെന്ന് ദേവുവിൻ്റെ ഒച്ച ഉയർന്നപ്പോൾ തൊട്ടടുത്ത് നിന്ന് എബി പോലും ഞെട്ടി. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഗർഭമുണ്ടാക്കാൻ അവന് ഞാൻ അവസരം കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ കരടായി വരില്ലായിരുന്നു. പിന്നെ മോൻ കെട്ടിക്കൊണ്ടു വന്നു എന്ന് പറഞ്ഞ ഒരുത്തി വീട്ടിലുണ്ടല്ലോ, അവളോട് ചോദിക്കൂ ഇപ്പോൾ എത്ര മാസമായി വയറ്റിലുണ്ടെന്ന്.
പെണ്ണെന്ന് പറഞ്ഞാൽ അവളെ എങ്ങനെ കിടക്കയിൽ എത്തിക്കണമെന്നും പണത്തിനു വേണ്ടി എങ്ങനെ ഒരുത്തി മറ്റൊരുത്തന്റെ കിടപ്പറയിൽ എത്തിക്കണമെന്നും പൊന്നുമോന് നല്ലതുപോലെ അറിയാം. അതൊക്കെ അപ്പച്ചി ഒന്ന് അറിഞ്ഞു വെച്ചേക്ക്. ചിലപ്പോൾ കാശിനു വേണ്ടി അമ്മയാണെന്ന് നോക്കാതെ അവൻ കൊണ്ടുപോകും. അപ്പച്ചി ഇപ്പോഴും ഞെട്ടലിൽ തന്നെയാണ്. ഒന്നും മിണ്ടുന്നില്ല. പിന്നെ ഒരു കാര്യം, പൊന്നുമോന്റെ ജീവൻ എടുക്കാതെ എന്റെ ഇച്ഛായം ബാക്കി വെച്ചതല്ല, വെപ്പിച്ചതാ. ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നത് അവന് കാണാൻ വേണ്ടിയാണ്. പിന്നെ അപ്പച്ചി ഇപ്പൊ ഇവിടെ നിന്ന് വിളിച്ചു കൂവിയത് എന്റെ ഇച്ഛായനോടായിരുന്നുവെങ്കിൽ ചിലപ്പോൾ മോനെ പോലെ ആയിരിക്കും അപ്പച്ചിയും വീട്ടിലെത്തുന്നത്. ഇനി എന്തെങ്കിലും പറഞ്ഞ് എന്റെ ജീവിതത്തിൽ ഇടിച്ചു കയറാൻ വന്നാൽ അന്ന് ഇച്ഛായം ബാക്കി വെച്ച മോന്റെ ജീവനും കൂടെ അപ്പച്ചിയും കൂടെ കൂട്ടിന് പറഞ്ഞയക്കാൻ ഞാൻ എന്റെ ചെകുത്താനോട് ഒരു കൊട്ടേഷൻ അങ്ങ് കൊടുക്കും. അത് ചിലപ്പോൾ അപ്പച്ചി താങ്ങിയെന്ന് വരില്ല, പറഞ്ഞേക്കാം. പഴയ ദേവുവാണെന്ന് കരുതി ഇനി എന്റെ പിറകെ വന്നാൽ. അവർക്ക് നേരെ കൈ ചൂണ്ടി ഒരു വാണിംഗ് പോലെ പറഞ്ഞു അവൾ കാറ്റുപോലെ കാറിന്റെ അടുത്തേക്ക് പോയി. അപ്പച്ചി അപ്പോഴും അവളെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. അവർക്ക് നാവ് പൊന്തിയില്ല എന്നതാണ് സത്യം. കാരണം പഴയ ദേവുവാണെങ്കിൽ ഒന്നും മിണ്ടാതെ എല്ലാം കേട്ട് കരഞ്ഞു വിളിച്ചു നിന്നേനെ. ഇതിപ്പോൾ അടിക്കാൻ വന്നിട്ട് അടി വാങ്ങിയ അവസ്ഥയായിപ്പോയി. ദേ തള്ളച്ചി, നിങ്ങൾ ഇച്ചേച്ചിയുടെ ആരോ ആണെന്ന് മനസ്സിലായി. എന്തായാലും നല്ല ആളാണെന്ന് വളരെ വ്യക്തമായി. അതുകൊണ്ട് പറയുക, ചെകുത്താന്റെ പെണ്ണിനെയും ചെകുത്താനെയും ചുമ്മാതെ ചൊറിയാൻ പോയാൽ ചിലപ്പോൾ ഇച്ചേച്ചി മാന്തി വിടും. പക്ഷേ എന്റെ ചാച്ചൻ നിങ്ങളെ കുടുംബത്തോടെ എടുത്ത് ചുവരിൽ തൂക്കും, പറഞ്ഞേക്കാം. ഒരപ്പച്ചി വന്നേക്കുന്നു. നീയ അവളുടെ വായിൽ വന്നത് പുച്ഛത്തിൽ പറഞ്ഞു പോയി. എന്തായാലും പെൺപുളികൾ കടിച്ചു കുടഞ്ഞു. ഇനി ഈ എച്ചിലിൽ ഞാൻ എന്ത് മിണ്ടാൻ? ശരി, എന്നാ ഞങ്ങൾ അങ്ങ് പോയേക്കോ അപ്പ. ചീ. എബിയും കളിയാക്കിക്കൊണ്ടു പോയി. എല്ലാം കൂടെ കേട്ട് അവർക്ക് ദേവുവിനെ എങ്ങനെയെങ്കിലും അവരുടെ കാൽച്ചുവട്ടിൽ കൊണ്ടുവരണമെന്ന വാശി പോലെയായി. എബി കാറിൽ വന്ന് കയറി ദേവുവിനെ ഒന്ന് നോക്കി. മുഖമൊക്കെ ചുവന്ന് ഇപ്പോൾ വല്ലോം ചോദിച്ചാൽ പിടിച്ചു തിന്നുമെന്ന കണക്കിലാണ് ഇരിപ്പ്. അവൻ നീയെ ഒന്ന് നോക്കി. അവൾ ഇളിച്ചു കാണിച്ചതും വണ്ടി മുന്നോട്ടെടുത്തു. അല്ലേ ചേച്ചി, ശരിക്കും ഒരപ്പച്ചിയേ ഉള്ളോ? അതോ ഇതുപോലെ വേറെ ആരെങ്കിലും ഉണ്ടോ കൂടെ? കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം നീയ ചോദിച്ചു. ദേവു അവളെ കടുപ്പിച്ചൊന്ന് നോക്കി. അല്ല, അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഇച്ചേച്ചിയുടെ പുതിയ ഭാഗങ്ങൾ കാണായിരുന്നു. അതാ. നീയ പറഞ്ഞതിന് മറുപടി പറയാതെ ദേവു പുറത്തേക്ക് നോക്കിയിരുന്നു. ദേവുവിന്റെ മനസ്സിൽ മുഴുവൻ അപ്പച്ചിയോട് താൻ പറഞ്ഞത് കൂടിപ്പോയോ, അത് വേണമായിരുന്നോ എന്നൊക്കെയുള്ള ചിന്തകളായിരുന്നു. എന്നാലും എന്റെ അല്ലു, നീ ഇതെന്ത് ഭാവിച്ച? ആ കൊച്ച് ഇപ്പൊ പഴയതുപോലെയല്ല. കളിപ്പിക്കാൻ നോക്കി അത് നാളെ നിന്നെ എടുത്ത് പുറത്തെറിയരുത്. അത്രയ്ക്കുണ്ട് ഇപ്പൊ ആ കൊച്ചിന്റെ മാറ്റം. വല്യമ്മച്ചിയുടെ മുറിയിൽ അവൾക്ക് വേണ്ടി വാങ്ങി ഗിഫ്റ്റൊക്കെ എടുത്ത് ഒളിപ്പിച്ചു വെക്കുമ്പോൾ വല്യമ്മച്ചി പറഞ്ഞു, എന്റെ മേരിക്കുഞ്ഞെ, അവൾ പുലിക്കുട്ടിയാകുന്നതാണ് എനിക്കിഷ്ടം. അതിനുവേണ്ടി കൂടിയ വിളിക്കാതെയും കാണാതെയും ഒക്കെ ഇരുന്നത്, അല്ലു ചിരിയോടെ പറഞ്ഞു. ഉവ്വ, അമ്മച്ചി പറഞ്ഞ പോലെ പഴയ ദേവുമോളല്ല കേട്ടോ ഇപ്പോ, ജെസ്സി കൂടെ പറഞ്ഞു. അലക്സിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അത് കേൾക്കെ. 3 പേരും തിരിച്ച് വീട്ടിലെത്തുമ്പോൾ കുറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ട് വീട്ടിൽ. എല്ലാവരോടും സംസാരിച്ചൊക്കെ കുറച്ച് സമയം ഇരുന്നിട്ട് ദേവു നൈസായിട്ട് മുറിയിലേക്ക് പോയി. ആരോടും അപ്പച്ചിയെ കണ്ടതോ അവർ പറഞ്ഞതോ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഒക്കെ അറിയേണ്ടവർ അതൊക്കെ അപ്പോൾ തന്നെ അറിഞ്ഞിരുന്നു. ദേവു മുറിയിലൊന്ന് നോക്കി. പിന്നെ നേരെ എബിയുടെ മുറിയിൽ പോയി മുകളിലുള്ള മുറികളിലൊക്കെ കയറി ഇറങ്ങി നോക്കി. ഇവളുടെ ഈ നോട്ടം കണ്ടുകൊണ്ടാണ് എബിയും നിയയും വന്നത്. എന്താ ചേച്ചി? നിയ സംശയത്തോടെ ചോദിച്ചു. ഏയ് ഒന്നുമില്ല, ദേവു ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെയല്ലല്ലോ, കുറച്ചു നേരമായല്ലോ ഈ സെർച്ച് തുടങ്ങിയിട്ട്, എബി അവളെ സൂക്ഷിച്ചു നോക്കി ചോദിച്ചു. പെട്ടെന്ന് ദേവു മുഖം കുനിച്ചു. അത് കണ്ട് രണ്ടുപേരും കാര്യം മനസ്സിലാകാതെ അവളുടെ അടുത്തേക്ക് പോയി. എന്താ ദേവു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എബിയുടെ സ്വരം മാറി. ദേവു മുഖമുയർത്തി രണ്ടുപേരെയും നോക്കി. കണ്ണൊക്കെ നിറഞ്ഞ് ചുണ്ടൊക്കെ വിതുമ്പി. എന്താടോ, എന്തു പറ്റി? എബി ആദിയോടെ അവളെ ചേർത്ത് പിടിച്ചു ചോദിച്ചു. നീയും കാര്യമറിയാതെ അവളെ നോക്കി നിൽക്കുവാണ്. ഇച്ചായം വന്നിട്ടുണ്ട്, ദേവു പറഞ്ഞു. ഞെട്ടി മാമാ ഞെട്ടി. സർപ്രൈസ് പൊളിഞ്ഞു എന്ന പോലെ രണ്ടും വിഴിഞ്ഞ കണ്ണോടെ അവളെ നോക്കി. എവിടെ? എന്നിട്ട് ഞങ്ങൾ കണ്ടില്ല? നിയ വിക്കളോടെ ചോദിച്ചു. ഞാനും കണ്ടില്ല. പക്ഷേ ഇച്ചായൻ ഇവിടെ എവിടെയോ ഉണ്ട്, എനിക്ക് ഉറപ്പാ, ദേവു ഉറപ്പിച്ചു പറഞ്ഞു. രണ്ടിനും ശ്വാസം നേരെ വീണു. എന്റെ പൊന്നി ചേച്ചി, നിങ്ങൾ എപ്പോഴും ആ കടുവയെ ആലോചിച്ച് നടക്കുന്നത് കൊണ്ട് തോന്നുന്നതാണ്. കുറച്ചു നേരം പോയി റെസ്റ്റ് എടുക്ക്. രാവിലെ മുതൽ തിരക്കല്ലേ. നീ അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ചു വിട്ടു. അപ്പോഴേക്കും അലക്സ് മുറിയിലേക്ക് പോയിരുന്നു. ഇനി ദേവുവിനെ മുറിയിലാക്കാനായിരുന്നു അങ്ങനെ പറഞ്ഞത്. ദേവു പിന്നെ ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് പോയി. ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി ബെഡിൽ വന്ന് കിടന്നു. എന്നിട്ട് ദേവുവിനൊരു സമാധാനവുമില്ല. അവൾ അലക്സിന്റെ ഫോട്ടോ ഫോണിൽ നോക്കി പരാതി പറയാൻ തുടങ്ങി. ഞാൻ അറിയാതെ ഒരു തെറ്റ് ചെയ്തു. അതിനാണ് ഇത്രയും ദിവസം പിണക്കമല്ലേ? എന്നോട് മിണ്ടണ്ട. പെങ്ങടെ എൻഗേജ്മെന്റ് ആണ്. അതിന് വരാമോ? ഇല്ല, വേണ്ട. അല്ലെങ്കിലും എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലാത്തത് കൊണ്ടാണല്ലോ എന്നോട് ഈ ദേഷ്യവും വാശിയും ഒക്കെ. എന്നെങ്കിലും എന്റെ അടുത്ത് വരും. അന്ന് ഞാനും മിണ്ടാതെ നടക്കും, നോക്കിക്കോ. പിന്നെയും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അവൾ അങ്ങനെ കിടന്നു. ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി. കർട്ടന്റെ പിറകിൽ നിന്ന് അലക്സ് എല്ലാം കേട്ട് അവൻ അവളോട് വല്ലാത്ത സ്നേഹം തോന്നിപ്പോയി. അവൾ ഉറക്കം പിടിച്ചു വന്നതും അവൻ അവളുടെ അടുത്ത് പോയി കിടന്നു. അവളുടെ മുഖത്തേക്ക് നോക്കി. കരഞ്ഞതാണോ ദേഷ്യപ്പെട്ടതാണോ എന്നറിയില്ല, മുഖമൊക്കെ ചുവന്നിട്ടുണ്ട്. അതവൾക്ക് ഒരു പ്രത്യേക ഭംഗിയുമുണ്ട്. അവൻ അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി കിടന്നു.
കുറച്ചു നേരം അങ്ങനെ കിടന്നിട്ട് അവളുടെ കണ്ണിലൊന്ന് ഊതി. അവൾ കണ്ണ് പതിയെ ചിമ്മി തുറക്കുന്നുണ്ട്. അവൻ വേഗം കണ്ണടച്ചു മിണ്ടാതെ കിടന്നു. പെട്ടെന്ന് മുന്നിൽ അലക്സിനെ കണ്ടു ദേവ് ഞെട്ടി. പിന്നെ അത് മാറി. സ്വപ്നത്തിൽ വന്ന് കിടക്കുക. അപ്പോഴും എന്നെ നോക്കാതെ കണ്ണടച്ചാണ് കിടപ്പ്. അല്ലെങ്കിൽ ഇപ്പോൾ എന്നോടൊരു സ്നേഹവുമില്ല. ചെകുത്താൻ കിടക്കുന്ന കണ്ടില്ലേ? സ്വപ്നത്തെങ്കിലും എന്നോടൊന്ന് മിണ്ടിക്കൂടെ? ഇവളെന്താ ഇങ്ങനെ? പഴയ ദേവ് കൊച്ച് എന്തു നല്ല കൊച്ചായിരുന്നു. അലക്സിന് ഇത് കേട്ട് ചിരി വരുന്നുണ്ട്. നിനക്കെന്താ ദേവു പ്രശ്നം? കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്ക് നല്ല ക്ഷീണം, അല്ലു കണ്ണു തുറക്കാതെ ഗൗരവത്തിൽ പറഞ്ഞു. ആ, സ്വപ്നത്തിലും ചെകുത്താൻ ഒരു മാറ്റവുമില്ല. അവൾ തിരിഞ്ഞു കിടന്നു. അപ്പോഴേക്കും അലക്സിന് മനസ്സിലായി അവൾ ഇപ്പോഴും സ്വപ്നമാണെന്ന് കരുതി കിടക്കുവാണെന്ന്. ഇനിയും ഇങ്ങനെ കിടന്നാൽ ഇവൾ സ്വപ്നമാണെന്ന് കരുതി കിടക്കുമെന്ന് അല്ലുവിന് മനസ്സിലായി. അവൻ ചിരിയോടെ അവളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നു. അരയിലൂടെ ചുറ്റിപ്പിടിച്ച് കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു. ദേവു ശ്വാസം പോലും എടുക്കാൻ മറന്നു അങ്ങനെ തന്നെ കിടന്നു. താൻ കണ്ടത് സ്വപ്നമല്ലെന്നും തൻ്റെ അടുത്ത് തൻ്റെ ഇച്ഛായനുണ്ടെന്നുമുള്ള അറിവ് അവളെ പൊതിഞ്ഞു. ഒരു നിമിഷം താൻ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അവൾ മറന്നു.